ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ബി.ജെ.പി. യു.ഡി.എഫ് വോട്ട് കച്ചവടം നടന്നുവെന്ന ആരോപണവുമായി എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ശൈലജ. ബി.ജെ.പി. യു.ഡി.എഫിന് വോട്ട് മറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര വോട്ടാണ് മറിച്ചതെന്ന് പറയാൻ സാധിക്കില്ല. ചിലയിടങ്ങളിലെങ്കിലും അത്തരം സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നും കെ ശൈലജ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ മുന്നോട്ടു പോയിട്ടുള്ളത്. ആരെയും ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. എന്നാൽ എനിക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ തോൽവിയും ജയവും ഉണ്ടാകും. ആര് ജയിക്കും തോൽക്കും എന്നതൊക്കെ വോട്ട് എണ്ണിക്കഴിഞ്ഞേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വടകരയിൽ എൽ.ഡി.എഫ് വിജയിക്കും. ആരായാലും വ്യക്തിപരമായ അധിക്ഷേപം അവസാനിപ്പിക്കണമെന്നും കെ ശൈലജ തുറന്നടിച്ചു. മണ്ഡലത്തിൽ ഏറെ ചർച്ചയായ കാഫിർ സ്ക്രീൻഷോട്ടിനു പിന്നിൽ എൽ.ഡി.എഫ് അല്ലെന്നും കെ ശൈലജ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല പ്രചരണങ്ങളും എതിരാളികൾ തിരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിൽ നടത്തിയിട്ടുണ്ട്. ജനം അതൊക്കെ വിശ്വാസത്തിൽ എടുക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ വിശ്വാസത്തിൽ എടുത്താൽ എന്താണ് ചെയ്യുക? ഞാൻ കുറേയേറെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആ സമയങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള വൃത്തികെട്ട അധിക്ഷേപം ചൊരിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളോട് ജനം പ്രതികരിക്കട്ടെ എന്നും ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞു. അതേസമയം വടകരയിലെ കാഫിർ പ്രയോഗത്തിന് പിന്നിൽ CPM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ഉൾപ്പെട്ട സംഘമാണെന്നാണ് RMPയുടെ യുവജന വിഭാഗമായ റവല്യൂഷണറി യൂത്ത് അവകാശപ്പെടുന്നത്. സ്വന്തം മകൻ ഉൾപ്പെടുന്ന സൈബർ ക്രിമിനലുകളുടെ ബുദ്ധിയിൽ വിരിഞ്ഞ കാഫിർ വർഗീയ വിഷം ഭാര്യ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചാൽ ജനം കണ്ണടച്ച് വിശ്വസിക്കുമെന്നും അതുവഴി ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നും കരുതി ദിവാസ്വപ്നം കണ്ടുറങ്ങിയ മോഹനന് വടകരയിലെ ജനതയെ ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് റവല്യൂഷണറി യൂത്ത് പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടത്. തീർന്നില്ല. 51 വെട്ടിനാൽ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ നടത്തിയ അരുംകൊലയുടെ അതേ ക്രിമിനൽ ബുദ്ധി തന്നെയാണ് മോഹനന്റെ വടകര മോഹസഫലീകരണത്തിനായി സ്വന്തം കുടുംബം ഒന്നടങ്കം വടകരയിൽ അശ്ലീല വർഗീയ വിഷം തുപ്പാൻ ഇറങ്ങിയതിലൂടെ വ്യക്തമാകുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതേയുള്ളൂവെന്നും റവല്യൂഷണറി യൂത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ പ്രചരണം നടന്നത് വടകരയിലാണെന്ന് നിസ്സംശയം പറയാം. കേരളത്തിൽ ഇതിനു മുൻപ് കാണാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രചരണം നടന്നു. അതിൽ പലതും അശ്ലീലവും വർഗീയവുമായി മാറുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും കലക്ടർക്കും മുന്നിൽ പരാതി പ്രവാഹമായി. 1.5 മാസത്തോളം രാപ്പകലില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പൊരുതി. വോട്ട് ചെയ്യാൻ ഗൾഫിൽ നിന്ന് വിമാനം പിടിച്ചു പോലും ആളുകളെത്തി. കടത്തനാടൻ മണ്ണിൽ തീ പടർത്തിയ മത്സരത്തിന് അന്ത്യമായി. തിരഞ്ഞെടുപ്പ് യുദ്ധം അവസാനിച്ചെങ്കിലും നിയമയുദ്ധം തുടരുകയാണ്. വോട്ടെടുപ്പിന്റെ തലേ ദിവസം മാത്രം 4 പരാതികളാണ് നൽകിയത്. 2 UDF-ഉം 2 LDF-ഉം. വോട്ടെടുപ്പ് ദിവസവും നിരവധി പരാതികൾ ഉയർന്നു. മുൻ ദിവസങ്ങളിൽ നൽകിയ പരാതികൾ വേറെയും. സത്യത്തിൽ സമൂഹ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും മണ്ഡലത്തിൽ ഇന്നും കത്തി നിൽക്കുകയാണ്.